ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് സീസൺ 2 എപ്പിസോഡ് മാത്രം ചോദിക്കരുത്. കുറേ നാളായി ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പിന്നെ വന്നു. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിലാണ്. ഇന്ന് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി നമുക്ക് വേണ്ടി എന്തായിരുന്നു കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. പൂച്ച കട്ട്ലേറ്റ്. അപ്പം അല്ല, ഇന്ന് എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ഇന്ന് ആദർശുണ്ട്, ഇന്ന് ആശിഷുണ്ട്, ഇന്ന് അദ്വൈതുണ്ട്, ഹലോ, ഇന്ന് പിന്നെ നമ്മുടെ ചേച്ചിയുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങൾ സ്നേഹത്തോടെ കുഞ്ചു ചേച്ചി എന്ന് വിളിക്കും. ചേച്ചി ഇൻഷ്യലല്ല, കുഞ്ചു ചേച്ചി. അപ്പം ചേച്ചി നമുക്ക് വേണ്ടി കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം ചേച്ചിയുടെ വീട് വരെ വന്നു. വീട്ടിൽ വന്നപ്പോൾ കത്തിയും കത്രികയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ടായ ഒരു കാര്യങ്ങൾ? നമ്മൾ കുറെ കാര്യത്തെ പറ്റി സംസാരിച്ചു. കുറച്ച് ജ്യൂസിനെ പറ്റി. അത് സ്റ്റീനാണ്. പൈനാപ്പിൾ ജ്യൂസ്, മാംഗോ, ബട്ടർ മിൽക്ക്, അവിടെ എന്തിരിക്കുന്ന മറ്റേത് ഷുഗർ കെയിൻ ജ്യൂസാണോ? കുടിച്ചില്ല, അവിടെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നമുക്ക് ചേച്ചിയെടുത്ത് കട്ട്ലേറ്റിന്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചാലോ? നമ്മൾ എങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് നമുക്ക് ചേച്ചിയെടുത്ത് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ചോദിച്ചാലോ? അപ്പം ഒരു 2 കട്ട്ലേറ്റ് ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു. കരിങ്കുട്ടൻ ചേച്ചി എങ്ങനെയാണ് നേരത്തെ എക്സ്പീരിയൻസ്? അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാരും വാങ്ങ അതേ ചാനലായിരുന്നു, വില്ലേജ് ഫുഡ്. ചേച്ചി എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്ത എക്സ്പീരിയൻസ്? ഇല്ല, എനിക്ക് ആക്ച്വലി എക്സ്പീരിയൻസ് ഇല്ല. ഇന്ന് നിങ്ങൾ വരുന്ന പ്രമാണിച്ച് നിങ്ങൾ എന്റെ ഗിനി പിക്സ് ആണ്. സോ ഇതുവരെ ഫസ്റ്റ് മീൽ കഴിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും വരാത്തതുകൊണ്ട് നെക്സ്റ്റ് ടെസ്റ്റ് ഡോസ് ആയിട്ട് കട്ട്ലെറ്റ് റെഡിയാക്കുകയാണ്. നമ്മൾ എന്തുമാത്രം റിസ്ക് ആണ് ഒരു പോഡ്കാസ്റ്റിന് എടുക്കുന്നത് മനസ്സിലായി. എന്താ ചേച്ചി, നമ്മൾ കട്ട്ലേറ്റിന്റെ മിക്സ് ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തത്? ചിക്കൻ അതുപോലെ അതില് ചിക്കൻ അല്ല, ഇത് പൂച്ചയാണ്, കാറ്റാണ്. കാറ്റ് ഡാനി ഡാനിയാണ് നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗം. ഫിലോസഫർ ഡാനി അല്ല. ഇതിന് നിന്ന് തരത്തില്ലല്ലോ. എന്തൊക്കെയാണ് അതിൽ മീറ്റ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ഓണിയൻസ് ഉണ്ട്, ചില്ലി, ഇതെല്ലാം സോട്ട് ചെയ്തിട്ട് അതിനെല്ലാം മിക്സ് ചെയ്തു. പെപ്പർ, കുരുമുളക് പൊടി, സവാള, ഉരുളക്കിഴങ്ങ്. ഇല്ല, ന്യൂട്ടൺ ലോ പറഞ്ഞ ഒരാള് പോയി. ഏത് ലോ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനി മുട്ടയിൽ മുക്കി കുറച്ചേരം ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചല്ലേ? അത് ഫസ്റ്റ് കോട്ടിങ് എഗ് വൈറ്റ്, എന്നിട്ട് അത് ബ്രെഡ് ക്രംസില്, നമുക്ക് ബ്രെഡ് ക്രംസ് കിട്ടാത്തോണ്ട് നമ്മൾ റസ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. കോട്ട് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. നിങ്ങളുടെ വിശപ്പിന്റെ നിലവിളി കേട്ടിട്ട് ഞാനത് വീണ്ടും പുറത്തെടുത്ത് ഫ്രൈ ചെയ്യാൻ കാണികൾക്കും കേൾക്കുന്നവർക്കും എന്താണ് കേട്ടത്? ഞാനൊരു അശരീരിയാണ് കേട്ടത്. അതിന്റെ ഉറവിടം നിങ്ങൾ എല്ലാവരും ആയതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച്. അങ്ങനെയാണ് കേസ് ഇവിടുത്തെ വിശേഷം. നമ്മൾ ഇപ്പൊ 3 ആയിട്ടുണ്ട്. പോഡ്കാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ കട്ട്ലെറ്റ് സക്സസ്, വരുന്നില്ലെങ്കിൽ നിലവിളി ശബ്ദം വിട്ടോളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സീസൺ 2 അടക്കം. അപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ്.
ചേച്ചി എന്റെ പോഡ്കാസ്റ്റ് വന്നതിൽ എന്താണ് ഒരു സന്തോഷം, സന്തോഷം മാത്രം, സന്തോഷം, സ്നേഹം. സീൻ ഇതിന്റെ പഴയ എപ്പിസോഡ് വല്ലതും കേട്ടിട്ടുണ്ടോ? പറഞ്ഞ എപ്പിസോഡിനെ പറ്റി 2 വാക്ക്. ഞാൻ ഇതുവരെ ഞാൻ കുക്കിങ്ങിൽ കുറച്ച് ബിസിയാണ്. കോൺസെൻട്രേഷൻ. ചേച്ചി കുക്കിങ്ങിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ഒന്നും പറയുന്നില്ല. നമുക്കെന്നാ പതിയെ ചരിക്കാം. അപ്പൊ അതാണ് ഗൈസ് നമ്മള് ഇറക്കി വിട്ടു ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അതേപോലെയാണ് നമ്മൾ ചില ആൾക്കാർ നമ്മൾ ഇറക്കി വിട്ടത് പണ്ടത്തെ സിവിലൈസേഷനിൽ നിന്ന്. ജ്യൂസിനെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരെയും. അതെങ്ങനെയാണ് അവർ നമ്മുടെ കൊച്ചി സിറ്റിയിൽ വന്നതും ഓരോ നാട്ടിൽ നിന്ന് അവർ അടിച്ചിറക്കി. അവർ ആക്ച്വലി ദി കം ഫ്രം ഈ മറ്റേ മംഗോളിയൻ ഡിസെൻറ്റ്. അവരെ ഇറക്കി വിടുന്നത് അതേപോലെയാണ് നമ്മളിപ്പോൾ ഇറക്കി വിട്ടത്. ആരും പെട്ടെന്ന് എവിടെ എത്തി. എടാ നമ്മൾ നേരത്തെ ഒരു ഡിസ്കഷൻ ഉണ്ട്, അത് ഡിസ്കഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നില്ല. എന്നാലും ആശിഷേ, ആ ഡിസ്കഷൻ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് ചോദ്യം. നമ്മള് ജീവിതത്തിൽ ഇങ്ങനെ പല സംഭവങ്ങൾ സംഭവിക്കും. ആദ്യം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കി ഇതെന്താ പറ്റുന്നത്. പിന്നെ നമ്മൾ ബാക്കി ജീവിതത്തിന്റെ കയ്യിലോട്ട് അങ്ങ് വിടാം. അത് എന്താ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതുപോലെയാണ് ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ജൂൽ തുടങ്ങി, അവസാനം കിർക്കി വന്നു. കിർക്കുന്ന നേരെ എവിടെയാ പോയ? നമ്മൾ മക്ഡൊണാൾഡ്സ്, പെപ്സി, ഫ്ലാറ്റ് എർത്ത് തിയറിയിലോട്ട് പോയി. പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങളിലോട്ട് പോയി. ഇതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിന്റെ ഇൻസ്റ്റാഗ്രാം NOT_ADHYDH. അങ്ങനെയൊക്കെയായിരുന്നു. ആദർശന് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ ശരിക്കും നിശബ്ദനായിരിക്കുകയായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ആദർശ് ഞാൻ ഇരുന്നു പോയി. ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഫാക്സിൽ ആ റൂട്ട് സീനായിരുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ഒരു അടിപൊളിയായിരുന്നു. പിന്നെ ക്രിസ് വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്സിന് തിരിച്ച് പഞ്ചാബിലോട്ട് പോയതാണ്. അവനങ്ങനെ പോയി അല്ലെ, ഷോപ്പിങ്ങിന് പോയി. ആരെയും ലുലുവിൽ എവിടെ ഉണ്ടെങ്കിൽ ക്രിസ്റ്റിനെ കാണാൻ ബന്ധപ്പെടുന്നതാണ്. അവനെന്തൊക്കെയോ അറിയാം. അവൻ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. എന്തൊക്കെയോ പറയായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു ചോദിച്ചു പോയിരിക്കാണ് കേസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷം. നീ കഴിച്ചിട്ട് അടുത്ത ദിവസം അടുത്ത പോഡ്കാസ്റ്റ് അടുത്ത ദിവസം നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഓൺ ദാറ്റ് നോട്ട് ബിരിയാണി ബിരിയാണി വിത്ത് കോൾസ്ലോ. ബിരിയാണി സൂപ്പർ ആയിരുന്നു. നല്ല ഇങ്ങനെയൊക്കെ പറയാനാണ് ഞങ്ങളോട് ചേച്ചി പറഞ്ഞത്. എന്നാലേ കട്ട്ലറ്റ് എടുത്തോളൂ. എന്തായാലും കട്ട്ലേറ്റ് ഇട്ടത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞാലേ കട്ട്ലറ്റ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്. നമുക്ക് വിശന്നുകൊണ്ട് മാത്രം ചേച്ചി പെട്ടെന്ന് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കട്ട്ലേറ്റ് ചേച്ചി വന്നൊക്കെയാണ് ലാപ്ടോപ്പ് ഒക്കെ. അപ്പോ ഇന്നത്തെ പരിപാടി ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. നമുക്ക് ടാസ്ക് തന്നിട്ടുണ്ട്, കടിച്ച മുറിയോ. മുറിക്കാതെ കഴിക്കണമെന്നാണ് ചേച്ചി ഉണ്ടാക്കിയോണ്ട് ചേച്ചി ഒരു ബൈറ്റ്. ചേച്ചിന്റെ ആദ്യം മുറിക്കാതെ കഴിക്കണമെന്നാണ്. മുറിക്കാതെ കഴിക്കണം. അല്ല, അത് എനിക്ക് തന്ന ചേച്ചിയാണ് പറഞ്ഞത്. അല്ല, അത് ഞാൻ അദ്വൈതിന് കൊടുത്ത് അദ്വൈതാണ് അതിന്റെ. ഇന്ന് നമ്മളെ ഒത്തിരി നേരം ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകിയിരുത്താൻ സാധിച്ച അദ്വൈത് ആയിക്കോട്ടെ എന്ന് പൊട്ടിക്കാതെ. അതാദ്യം പഠിക്കും. അദ്വൈത് ആദ്യം കഴിച്ച് ഉദ്ഘാടനം ചെയ്യട്ടെ. കുറച്ചുകൂടെ ഒന്ന് തണുത്തിരുന്നെങ്കിൽ ഞാൻ കഴിച്ചു. ഒറ്റ ഇതിന് അതിലൊരു ത്രില്ലില്ല. അതിന് ത്രില്ലുണ്ട്. തൊണ്ട കുടിയ ചത്ത നല്ല മണമുണ്ട്. പിന്നെ പൂച്ചയുടെ മണമല്ലേ. നല്ല മണുണ്ട്. കഴിച്ചു നോക്ക്. സൂപ്പർ ടേസ്റ്റ്.
കടിക്കരുത് കടിക്കരുത് ഇത് ഭയങ്കര ചൂട് കടിക്കരുത് നല്ല ചൂടാണ്. ഇതെല്ലാം ചൂടായിരിക്കും. പൊട്ടി 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 ചൂട് ചൂട് അത് പൊട്ടി. ഇല്ല പൊട്ടിയില്ല അതില് ചൂട് കുറച്ചുകൂടെ പാട്ട് പഠിപ്പിക്കാറുണ്ട്. നമ്മൾ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും കഴിക്കാനായിട്ട് സാധിച്ചില്ല. പെട്ടെന്ന് ഇറങ്ങിയിരുന്നെ. അപ്പം പകുതിയാക്കിയിട്ട് ഊതി മുറിക്കാൻ പാടില്ലെന്ന്. നമുക്കൊരു ചാലഞ്ച് തന്നിട്ടുണ്ട്, ഇത് മുറിക്കാതെ കഴിക്കണം. എങ്ങനെ ഒരു കട്ട്ലേറ്റ് മുറിക്കാതെ കടിക്കാതെ മുറിക്കാതെ ചൂടോടെ കഴിക്കണം എന്നായിരുന്നു പറഞ്ഞത്. ഇതിപ്പം അദ്ദേഹം ഫ്ലൂഡായി ഊതല്ല പറഞ്ഞ അതുപോലെ കഴിക്കണം. ആ കഴിച്ചോ ആരും കഴിക്കണം ആരുമില്ല ASMR. അദ്ദേഹത്തിന്റെ ആ ധൈര്യം. എന്റെ കോസ്മോലോട്ടൊന്ന് വിളിക്കട്ടെ. കോസ്മോ അല്ല ഇത് കഴിച്ചതിക്ക് കൊള്ളാം. എങ്ങനെയാണ് ചേച്ചി ഒരു ലോഡ് ഐസ് ഉണ്ട്. എന്തിനാ കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല ചേച്ചി. നിനക്ക് ആ ടേസ്റ്റ് കൊച്ചിനെ കൊണ്ട് കുഴി ചടിച്ച് അവൻ തന്നെ എടുത്ത് ചാടിയതാ. വേർത്തു പോയി. അല്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് കൊള്ളത്തില്ല. അവൻ ടേസ്റ്റ് പറ്റില്ല, ഫുള്ള് അഴുതു പോയി. എടുത്തടിച്ച് പറഞ്ഞ് കൊള്ളത്തില്ല. കൊള്ളാം കൊള്ളാം ചുമ്മാ പറയാ ചേച്ചി. ആ ചൂടെടുത്ത് അണ്ണൊക്കെ ഇട്ടിട്ട് കൊള്ളാം. അവന്റെ ടേസ്റ്റേ കിട്ടി കാണൂല. കുഴപ്പമൊന്നുമില്ല Come on, Emil. കൊള്ളാം കറക്റ്റായിട്ടുള്ള കൊള്ളാം. കുഴപ്പമില്ല കുഴപ്പമില്ല. സുന്ദരി നാടൻ സുന്ദരി നല്ല പാട്ടാണ്. നല്ല പാട്ടാണ് ഗൈസ്, എല്ലാവരും പോയി കേൾക്കുക. കഴിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അല്ല നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഇപ്പം എങ്ങനെയാണ് ബൈ പറയാല്ലേ? ഓക്കെ ബൈ ബൈ ബൈ.